ഒരു കണക്കിന് നമുക്ക് ശത്രുക്കളൊക്കെ ഉള്ളത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പറയാറുണ്ട് അവരത് പറഞ്ഞത് കൊണ്ടാണ് ഇവർ ഇത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എൻ്റെ വഴിയിലൂടെ ഞാൻ ഉറച്ചു നിന്ന് നല്ല ഉയർന്ന നിലയിലെത്തിയതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു കണക്കിന് ശത്രുക്കളുള്ളതൊക്കെ വളരെ നല്ലതാണ്. ഒരാൾക്ക് ഒരുപാട് ഉയരത്തിലെത്താൻ സാധിക്കുമെങ്കിൽ. കാരണം നമ്മൾക്ക് എപ്പോഴും നമ്മളിപ്പോൾ നമ്മളെ ഒരാൾ താഴ്ത്തി കെട്ടാനും നമുക്ക് പറയാനും ഇതൊക്കെ നമ്മളുടെയൊക്കെ എതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾക്ക് അവർക്ക് കൊടുക്കാനുള്ള നല്ലൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് അവരായിട്ട് ഏറ്റുമുട്ടേ പറയുക എന്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളായിട്ട് ജീവിച്ച് നമ്മളായിട്ട് തന്നെ മുൻപോട്ട് പോയി നല്ല സന്തോഷത്തോടുകൂടി പോകുന്നതൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുക. ആ രീതിയിൽ നമുക്ക് മുന്നേറാൻ കഴിയട്ടെ. അപ്പോൾ ആ ഒരു ചിന്തയും നമ്മൾക്ക് നമ്മുടേതായ ആരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമ്മൾക്ക് നമ്മുടേതായ വഴിയിൽ മുന്നേറാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. മറ്റുള്ളവരുടെ വഴിയിൽ എന്തിനാണ് നോക്കി നിൽക്കുന്നത്, അവരെന്തിനാണ് മൈൻഡ് ചെയ്യുന്നത്, നമ്മളുടെ രീതിയിൽ നോക്കി നമുക്ക് നല്ല ഇതിലെത്താമല്ലോ എന്ന് വിചാരിക്കുന്നത്. അതൊക്കെ ഒരു ഊർജ്ജമുണ്ട്. ആ ഒരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ അതൊക്കെ വളരെ നല്ലൊരു ഊർജ്ജം തരുന്നതാണ് നമ്മളുടെ ലൈഫിൽ. മേഖലയിലാണെങ്കിലും അതേ രീതി തന്നെയായിരിക്കും കേട്ടോ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും. ഇന്നത്തെ എൻ്റെ സൺഡേ സ്പെഷ്യൽ ഈ ഒരു ബിരിയാണി നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇത് സൺഡേ സ്പെഷ്യൽ അല്ല, ഇതിപ്പോൾ ശനിയാഴ്ചത്തെ ഒരു ഫുഡാണ് കേട്ടോ ഇത്. അപ്പോൾ ശനിയാഴ്ച ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കിയതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയാണ് കേട്ടോ ഈ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കുന്നത്. കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഗുണവും മണവും എല്ലാം അതിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അതെ, ഇതൊന്ന് ആറിക്കഴിയുമ്പോൾ നല്ല സൂപ്പർ ഇതായിരിക്കും കേട്ടോ. ചൂടിന് തന്നെ കഴിക്കാനും നല്ല ഇതാണ്. ഇപ്പോൾ കാണുമ്പോൾ ഇവർക്കും അയ്യോ കൊഴിഞ്ഞു പോയോ എന്നൊക്കെ തോന്നും. പക്ഷേ എന്നാലും ഞാൻ ഈ റൈസ് ഒന്ന് വറുത്തിട്ട് ഇട്ടത് ഇതിലേക്ക്. അപ്പോൾ അത് കാരണം ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കൂട്ടെ. ഇപ്പോൾ അടപ്പ് തുറന്ന പടിയ തന്നെ ആയിരുന്നോണ്ട് ഇങ്ങനെ ഇരിക്കണത്. അപ്പോൾ ചിക്കനൊന്നും ഫ്രൈഡ് ചെയ്യാത്ത ചിക്കനാണ്, പൊരിക്കാതെ ഉണ്ടാക്കിയ ചിക്കനാണ്. അതാണ് കൂടുതൽ ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ ശനിയാഴ്ചത്തെ ഫുഡാണിത്. നല്ലൊരു അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ട്, അതപ്പോൾ രാത്രി ചപ്പാത്തിക്കുള്ളതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് പിന്നെ ഈ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി പിന്നെ ബിരിയാണി ആർക്കും വേണ്ട. അത് കാരണം ഒരു 1/2 കിലോ ബിരിയാണിയാണ് തയ്യാറാക്കിയത്. ഇനിയിപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് പോകാം നമുക്ക്. ഞാൻ എപ്പോഴും ഓർക്കും വീഡിയോ ഇങ്ങനെ ഡെയിലി ഇടണം അല്ലെങ്കിൽ ഒന്നരാടം ഇടണം അങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ. അത് പിന്നെ ഓരോ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പോകാനും എന്തെങ്കിലും കാര്യങ്ങളും തിരക്ക് പിടിച്ച പണിയും ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ ആ തിരക്കിനിടയ്ക്ക് വീട് പിടിക്കാനൊന്നും സമയമില്ല. ഞങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ലുലുവിൽ ഇവിടെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാണുമ്പോൾ നമുക്ക് പേടിയാവും. പക്ഷേ ഒരു സേഫ്റ്റി ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ ബെൽറ്റൊക്കെ സേഫ്റ്റി ബെൽറ്റൊക്കെ മുറുക്കിയിട്ട് ഇതൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു പേടി. അപ്പോൾ ഞങ്ങൾ പോകുന്ന അവിടെ ബ്ലോക്കിൽ കിടക്കേണ്ട, അവിടെ ആ മൈജിയുടെ അവിടെയൊക്കെ നല്ല ബ്ലോക്കായിരിക്കും. ഇന്ന് ഇപ്പം നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അരൂർ ഒരു ഷോപ്പുണ്ട്, സ്വർഗം എന്ന് പറയുന്ന ഷോപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്, അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയും. അവിടുത്തെ സീ ഫുഡൊക്കെയാണ് ഇവിടെ എങ്ങനെയൊക്കെ പറയും. അപ്പോൾ എൻ്റെ അടുത്തൊന്ന് പോകാൻ എപ്പോഴും പറയും കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നാണ് അതിനൊരു അവസരം ഒത്തു വന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ എന്താണ് സീ ഫുഡ്, സാധാരണ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലൊക്കെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെയും എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമുക്ക് അങ്ങനെ ആകാമെന്ന് കരുതി. അപ്പോൾ ഇപ്പോഴൊരു സമയം ഒരു വൈകുന്നേരം ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു, 3:30 4 മണി, ഒരു അസറിൻ്റെ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് ഞങ്ങളിത് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബ്ലോക്കൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കുറച്ച് വൈകുന്നേരം ആകുമ്പോൾ ലുലുവിൻ്റെ ഭാഗത്തൊക്കെ എത്തുമ്പോൾ നല്ല ബ്ലോക്കായിരിക്കും. പിന്നെ ആലപ്പുഴ സൈഡിലൊക്കെ വർക്ക് എടുക്കണമെങ്കിൽ പറയാൻ വേണ്ട. ഇപ്പോൾ നമ്മൾ അരൂർ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിയണം കേട്ടോ, യൂ ടേൺ എടുത്ത് തിരിയണം. അപ്പോൾ ഒരു റോഡ് അവിടെ നമ്മൾ ഗൂഗിൾ ലൊക്കേഷനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്വർഗം. ഇത് സ്വർഗ്ഗമാണോ നരകമാണോ എന്ന് നമുക്ക് അവിടെ കയറി ചെന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ കയറുമ്പോഴായിട്ട്, കാരണം എനിക്ക് ഉള്ളതുപോലെ പറയാനുണ്ട് ഞാൻ താല്പര്യപ്പെടുക. അപ്പോൾ ചില ആളുകളൊക്കെ റിവ്യൂ ചെയ്യും ഇങ്ങനെ. അതിൻ്റെ റേറ്റൊക്കെ അവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ എനിക്ക് അത്രയും വാങ്ങിക്കണമെന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. കാരണം നമ്മുടെ നാട്ടിൽ എപ്പോഴും ഒക്കെ കിട്ടുന്നത് ഫ്രഷ് ആണെങ്കിലും ഒക്കെ കിട്ടുന്നതാണ് കൂടുതലും. അപ്പോൾ വേറെ കൂന്തൾ, കക്ക അങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക് ഇഷ്ടമുണ്ട്. പിന്നെ എനിക്ക് തലക്കറിയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എന്നെ ആരും വാങ്ങിക്കാൻ സമ്മതിക്കില്ല, അവർക്കൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നല്ല ആംബിയൻസ് ഉണ്ട്. അവിടെ നല്ല ഒരു കാറ്റും ഭയങ്കര രസമാണ് അവിടെ ഇരിക്കാനായിട്ട്. ആ ഇരുന്ന ഇരിപ്പിൽ നമ്മൾ എത്ര വിലയാണെങ്കിലും എത്ര ഇതാണെങ്കിലും നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ നമുക്ക്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പാൽക്കപ്പ മതി എന്ന് പറഞ്ഞ് ഞാൻ പാൽക്കപ്പ കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അതാ നമ്മളിപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കൂന്തൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ ഒരു ഫിഷ് കറി, പിന്നെ അമ്മയൊക്കെ നൂൽപുട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഉണ്ണിക്ക് അപ്പം മതി എന്ന് പറഞ്ഞാൽ അവിടുന്ന് കല്ലപ്പം വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ ഐറ്റം ഉണ്ടോ ഈ കപ്പ, എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അവരൊക്കെ ചാടി എടുത്തട്ടെ പുട്ട്. എന്ന് വെച്ചാൽ ഇടിയപ്പം, നൂൽപുട്ട് അറിയാലോ, ഇടിയപ്പത്തിന് പീച്ചുന്നത് നമ്മൾ പുട്ടുകുറ്റിയിലിട്ട് ചുടുന്ന ഇത്. പക്ഷേ ഈ കപ്പ കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ ക്വാണ്ടിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടാണ്. പക്ഷേ അത് നല്ല പരന്നിരിക്കുന്ന ഒരു പാത്രമായിരുന്നു, അതിനകത്തുള്ള ഒരു കപ്പ ഇതാണ്. പിന്നെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഫിഷ് കറി വാങ്ങിച്ചു. കൂന്തൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഫ്രഷൊക്കെയാണ്, അത് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളതുപോലെ തന്നെ പറയണമല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഇതിലെ വില്ലൻ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിഷ് കറി ആയിരുന്നു. ഈ ഫിഷ് കറി ഞങ്ങൾ കൂട്ടിയപ്പോൾ, ഞങ്ങളിപ്പോൾ വൈകിട്ടാണല്ലോ പോയത്, ഫിഷ് കറി കൂട്ടിയപ്പോൾ നമുക്ക് അതിനൊരു കേടായ ഒരു ടേസ്റ്റാണ് ആദ്യം തന്നെ വന്നത്. എനിക്ക് വായിൽ വയ്ക്കാൻ തന്നെ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായി. പക്ഷെ അവരൊക്കെ ഈ അപ്പത്തിലും ഇതൊക്കെ ഒഴിച്ച് കഴിച്ചപ്പോൾ അവർക്ക് അത്ര പെട്ടെന്ന് അറിയാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി അത് കേടായി തുടങ്ങിയിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ടാ ഞാനിങ്ങനെ ഇത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇന്നുണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ശരിയായിരിക്കാം, പക്ഷേ അത് അവരെ അടച്ചു വെച്ചപ്പോൾ അതിൻ്റെ വേർപ്പുകളൊക്കെ അതിലേക്ക് ചാടി, അതങ്ങനെയൊക്കെ ഒരു കംപ്ലൈൻറ്റ്. എന്തായാലും അതൊരു കംപ്ലൈൻ്റ് ആയിരുന്ന ഒരു കറിയാണ്. പിന്നെ അവരത് റിട്ടേൺ എടുത്തിട്ടാ നമ്മളോട്. പിന്നെ അവിടുത്തെ സ്പെഷ്യൽ കറികളൊക്കെ റെഡി ആവണുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ചെന്നത് വൈകിട്ട് ഒരു 4 മണിക്കൊക്കെ ആയ കാരണം പിന്നെ അതൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് സമയം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വേറെ തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ആ സാധനം ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ചിട്ട് പിന്നെ നമുക്ക് എന്തായാലും കുറച്ച് സമയം നമ്മൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ട് നല്ല രസമാണ്. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ കാറ്റും ഇതൊക്കെ കണ്ട് അവിടെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ധാരാളം ആളുകളൊക്കെ ഇങ്ങനെ വരെയും ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് അവിടുത്തെ സ്പെഷ്യൽ ഇതൊന്നും ആകാത്ത കാരണം കഴിക്കാത്ത കാരണമൊന്നും അറിയില്ല. എനിക്ക് അവിടെ ചെന്നപ്പോൾ പിന്നെ അവിടുത്തെ ആ ചുറ്റുപാടും ഇതൊക്കെ കാറ്റും നല്ല ആംബിയൻസും ഇതൊക്കെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. അവിടെ എത്ര നേരം വേണേലും നമുക്ക് നിൽക്കാൻ സമയം പോകണത് അറിയില്ല. അങ്ങനെ അതിന് വേണ്ടിയാണ് ഇവിടെ കൂടുതൽ ആളുകൾ വരെയൊക്കെ ചെയ്യണത്. പിന്നെ വൈകിട്ട് പിന്നെ അവിടെ മ്യൂസിക്കും ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്താണെങ്കിൽ റിസോർട്ടും ഇതൊക്കെ കാണണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളുകളുണ്ട് പറയുന്നത് ഇവിടെ വരാൻ ആഗ്രഹിച്ച് വന്നു. പക്ഷേ ഫുഡ് അത്ര എനിക്ക് ഇതൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയൊക്കെ ആയിരിക്കാം ഇത്. ഇനിയിപ്പോൾ നമ്മളിവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ സ്വർഗത്തിലെ കാഴ്ചകളൊക്കെ ആയിരുന്നു ഇത്. അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകണം. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം. ആ വിശേഷങ്ങളൊക്കെ കാണിക്കാട്ടോ. അപ്പോൾ അങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് ഒരു കാറ് പോകാനുള്ള സ്പേസ് ഉള്ളൂ കേട്ടോ ശരിക്കും. അപ്പോൾ ഇനി അത് നമ്മൾ ഇങ്ങോട്ട് ആ പോക്കറ്റ് റോഡ് തിരിഞ്ഞപ്പോൾ തന്നെ അവിടെ വാച്ച്മാൻ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അവർ സെക്യൂരിറ്റി നിൽപ്പുണ്ടായിരുന്നു. അവരുടെ അടുത്ത് വയർലെസ് ഫോണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരിവിടെ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് അവിടുന്ന് കാറുകൾ വരുമ്പോൾ. കാരണം സൈഡും എടുക്കാൻ പറ്റില്ല, ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു വഴിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ആ റൂട്ടൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതേ മെയിൻ സ്ഥലത്തേക്ക് പോകേണ്ടത്. ഇവിടെയൊക്കെ ഹൈവേ വരുന്നതിൻ്റെ വർക്ക് നടക്കുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ മഴവിൽ മനോരമയുടെ സ്ഥലത്ത് സ്റ്റുഡിയോൻ്റെ അവിടെ വന്നിട്ടാട്ടോ നമ്മൾ തിരിഞ്ഞത്. പിന്നെ അവിടെ ആ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയപ്പോൾ നമുക്ക് കുറച്ച് സമയം കാർ അവിടെ നിർത്തി അവിടെ കാഴ്ചകളെ കാണാൻ നോക്കുമ്പോൾ അവിടെ കുറേ ആളുകൾ മീൻ പിടിക്കുകയും ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ കാറ് നിർത്തി ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയൊക്കെ ദേവിയുടെ വർക്കുകൾ കിടക്കുകയാണ്. ഇതാണ് നമുക്ക് എപ്പോഴും ബ്ലോക്ക് വരാനും ഇതൊക്കെ ഉള്ളത്. വർക്കൊക്കെ ഇന്ന് അങ്ങനെ അധികം തോന്നിയില്ല, അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഇതൊക്കെ എത്രയും പെട്ടെന്ന് വർക്ക് കഴിഞ്ഞ് നമുക്ക് നല്ല ഈസി ആയിട്ട് യാത്ര ചെയ്യാനും പോകാനും വരാനും ഒക്കെ എത്രയും പെട്ടെന്ന് കഴിയട്ടെ. നമ്മുടെ കാലത്തിലൊക്കെ ഇനി ഇതൊക്കെ കാണാൻ പറ്റുമോ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ. അതൊക്കെ ഓർക്കുമ്പോൾ ഉള്ളിലിരുന്ന് ശരിക്കും പറഞ്ഞ ഒരു ആദിയാണ്. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളിനി ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ആ ബ്രിഡ്ജ് തുടങ്ങുന്നതിന് മുൻപാണ് കാറ് പാർക്ക് ചെയ്ത്. ഇനിയിപ്പോൾ അവിടെ പെറ്റിയടിക്കുമെന്നൊക്കെ അറിയില്ല, അവിടെ CC ക്യാമറ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ബ്രിഡ്ജിൽ എന്തായാലും ഇടാൻ പറ്റില്ല, നമുക്ക് കാറ് പാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കുറച്ച് മുൻപ് അങ്ങനെ ഇട്ട് കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള സ്ഥലം, എന്ത് സുന്ദരമായ സ്ഥലം. അപ്പോൾ അതിൽ ട്രെയിനൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ ട്രെയിനിന് പോകുമ്പോൾ അതുവഴി പോകും. അപ്പോൾ താഴത്തേക്ക് നോക്കുമ്പോഴൊക്കെ ട്രെയിനിലിരിക്കുമ്പോൾ നന്നായിട്ട് പേടിയാവും കേട്ടോ. ഇവിടെ കുറച്ച് സമയം നമ്മൾ നിന്നിങ്ങനെ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തല ഇറങ്ങണതായിട്ടൊക്കെ തോന്നും. അങ്ങനെ ഒരാളാണെങ്കിൽ ഫോൺ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കേണ്ട. ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നു. പിന്നെ മീൻ പിടിക്കുന്നതൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ മീനൊന്നും അധികം ആർക്കും കിട്ടണതൊന്നും കണ്ടില്ല കേട്ടോ. ആളുകൾ ചിലർ വായിമാരൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതേ കണ്ടില്ലേ, അതാണ് മഴവിൽ മനോരമയുടെ സ്റ്റുഡിയോ. ഞാൻ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ കുക്കറി ഷോ ചെയ്യാനൊക്കെ. അത് ആ ബിൽഡിങ്ങിൻ്റെ ആ മേളിൽ അവിടെയായിരുന്നു കേട്ടോ കുക്കറി ഷോ ഒന്നുണ്ടായിരുന്നു. കിച്ചണൊക്കെ സെറ്റ് ചെയ്തിരുന്നത് അന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആ റോട്ടിലൊക്കെ മറിമായൊക്കെ ഇടയ്ക്ക് ഷൂട്ട് കിടക്കുന്നതൊക്കെ സ്ഥലങ്ങളും ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ.
അപ്പോൾ ഇനി ഇതൊക്കെയാണ് എൻ്റെ ഞായറാഴ്ചത്തെ വിശേഷങ്ങളും. ഇതൊക്കെ ഇനിയിപ്പോൾ ഇനി അടുത്ത സ്ഥലത്തെ ഇങ്ങോട്ടാണ് പോകുന്നത് നോക്കാം. അടുത്ത് ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഫോറം മാളിൽ ഒന്ന് കയറണം. അവിടെ പോകണമെന്ന് പറയുന്ന കുറേ ദിവസമുണ്ട്. എന്ത് ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് നമ്മൾ എന്തായാലും ഈ റൂട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഫോറം മാളിൽ ഒന്ന് കയറണം. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഹോം സെൻറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഓഫറും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇതിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏറ്റവും ടോപ്പിൽ കയറണം കേട്ടോ നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ. ഞായറാഴ്ച കാരണം താഴെ ഒന്നും അവിടെ സൗകര്യം ഉണ്ടായില്ല. അപ്പോൾ നല്ല രസമുണ്ട് മേളിലേക്ക് ഇങ്ങനെ കറങ്ങി കറങ്ങി പോകാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ വരാട്ടോ. 2 ഫ്ലോർ അങ്ങാണ്ട ഇത് തന്നെ ഉള്ളൂ അല്ലോ. അങ്ങനെ നമ്മൾ എത്തി. ഓ